മാസ്റ്റർ ഡിഗ്രി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം നേടി ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരം ഇല്ലാതെ നിൽക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ ഒരു തൊഴിലിന് വേണ്ടി കേടുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുടുംബത്തെ പോറ്റാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ചെറുപ്പക്കാർ, ഒരു ബാർ സോപ്പ് വാങ്ങി തുണി അലക്കുവാൻ പോലും നാണയത്തുട്ടില്ലാതിരുന്ന ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് തൊഴിലില്ലായ്മ വേതനം എത്തിക്കണം എന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കണം, സർക്കാർ നൽകണം എന്ന് ആവശ്യം ഉന്നയിച്ചത് പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പാണ്. അത് ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അതേ ഉമ്മൻചാണ്ടിയാണ് സ്നേഹിതരെ 77-ൽ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം ആ പ്രഖ്യാപനം 70-ൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രഖ്യാപനം അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ തൊഴിലില്ലായ്മ വേതനം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ തൊഴിലിനു വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത എല്ലാ യുവാക്കൾക്കും ആ തൊഴിലില്ലായ്മ വേതനം ലഭ്യമാകാൻ തുടങ്ങി. പക്ഷെ ഇന്ന് നമുക്കാർക്കും അത് വലിയ കാര്യമായി തോന്നുന്നില്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു കാര്യമായിരുന്നു എന്നതാണ് സത്യം. 1970-ലാണ് അദ്ദേഹം MLA ആയി പുതുപ്പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. മാസ്റ്റർ ഡിഗ്രി ഉൾപ്പെടെയുള്ള